ആ പിന്നെ പടക്കം മാത്രം മതിയോ? ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? നാളെ പോയി നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാം. നീ വന്നടാ. ഓ മഹാറാണി വന്നല്ലോ. നീ എവിടെയായിരുന്നു? അത് പിന്നെ അച്ഛ, ഞാനൊന്ന് പറഞ്ഞില്ലേ ജോലിന്റെ ഒരു കാര്യം, അത് ഇന്റർവ്യൂ ചെയ്തത്. അത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയാ. അപ്പോൾ അവൻ വിളിച്ചിരുന്നു, അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ പോയതാ. അവനോ? കണ്ട ചെക്കന്മാരാണോ നിനക്ക് ഫ്രണ്ട്സ്? അത് പിന്നെ എന്തെങ്കിലൊക്കെ കാണിക്ക്. ഇങ്ങനെ നടന്നോ? അല്ല, വലിയ കാര്യത്തിൽ സംസാരിക്കാൻ പോയല്ലോ. എന്തായി? കിട്ടി കാണൂല, അല്ലെങ്കിൽ ഇവക്കൊക്കെ ജോലി കൊടുക്കാൻ. ജോലി കിട്ടി, അടുത്ത ആഴ്ച ജോയിൻ ചെയ്തോളാനാ പറഞ്ഞേ. ഓ അപ്പൊ കിട്ടിയോ? ഇനിയിപ്പോ പുറത്തിറങ്ങി പോകാൻ വലിയ കാരണമൊന്നും വേണ്ടല്ലോ. ഇല്ല. ജോലിക്ക് എത്ര ശമ്പളം കിട്ടും? ഒരു 20,000 കിട്ടുമായിരിക്കും. ഇത്രയും ചെറിയ ശമ്പളത്തിനാണോ നീ പോകുന്നത്? എന്താ വെച്ചാ കാണിക്ക്. പതുക്കെ. എന്താ അമ്മേ, ചേട്ടതൊന്നും കേൾക്കുന്നില്ലേ? എന്റെ കയ്യിൽ 5ന്റെ പൈസ എടുക്കാനില്ല, അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല. അതന്നെ ചേച്ചി, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. ആ ആന്റി, എന്തായാലും അടുത്ത ആഴ്ച പോണം. അപ്പൊ പിന്നെ വിഷുവൊക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ചിട്ട് പോവാലോ. നോക്കാന്നൊന്നല്ല, നമ്മൾ എന്തായാലും അടിച്ചു പൊളിക്കും. അല്ല എന്താ പ്ലാൻ? സാജിനെ പറയടാ. എന്റെ അടുത്ത് പ്ലാൻ ഒന്നുമില്ല, നീ പറ. എന്നാ പറ. എവിടെ പോവാൻ? ഇതന്നെയല്ലേ എല്ലാ കൊല്ലവും നടക്കല്. നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ പിടിക്കാം. എല്ലാ പ്രാവശ്യം നമ്മൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം അംഗസംഖ്യ കൂടിയല്ലോ. അത് പിന്നെ അർജുനേട്ടനും ആന്റിയും ഒക്കെ അല്ലേ, പിന്നെ ചില ആൾക്കാരും. ആരാ മോനെ? ഈ അമ്മ തുടങ്ങി. അത് പിന്നെ അവളെ ഫ്രണ്ട്സ് ആരെ വരുന്നുണ്ടാവും. വരുന്നുണ്ട്, ചിന്ന വരുന്നുണ്ട്. ഓ അവളാണ്. അവളെന്നെ. അവളൊന്നുണ്ട്, അവന് കുഴപ്പമൊന്നുമില്ല. ഇന്നാ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നാളെ എല്ലാരും കൂടി പോയി പച്ചക്കറിയും ഡ്രസ്സൊക്കെ വാങ്ങിക്കട്ടോ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അല്ലമ്മ, അച്ഛൻ വരില്ലേ വിഷുവിന്? വരുന്നൊക്കെയാ പറഞ്ഞത്, ആർക്കറിയാ. അപ്പൊ വിഷു സെറ്റാക്കല്ലേ? ഒരു പ്ലാനും കിട്ടുന്നില്ലല്ലോ. ദിയ, ഓ സോണി ആന്റി, ഇപ്പഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. ലേറ്റ് ആയോടാ? ലേറ്റ് ആയിട്ടേ ഇല്ല, ഒരു ദിവസം കഴിഞ്ഞു പോയിന്നേ ഉള്ളൂ. ആന്റി എന്താ അന്ന് വരുന്ന പറഞ്ഞിട്ട് വരാഞ്ഞേ? ഓ മൈ ഡിയർ, നീ എന്തെങ്കിലും ആന്റിന്ന് വിളിക്കില്ലേ? എനിക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല. സോറി, പണ്ട് മുതലേ അങ്ങനെ വിളിച്ച് ശീലമായതുകൊണ്ടേ. ഓ ജസ്റ്റ് കോൾ മീ ബൈ മൈ നെയിം. നീ എന്നെ സോണിയാന്ന് വിളിച്ചാ മതി. ഓക്കെ സോണിയ. എന്നാ നീ പറ. എന്ത് പറയാൻ? ബെസ്റ്റ്. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ആരോടാ ഇതൊക്കെ പറഞ്ഞേ? ഓ ആ പ്ലാനാണോ? ആന്നേ, അതൊക്കെ ഫുൾ സെറ്റാണ് മോളെ. റിയലി? യാ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. സജിൻ ഇസ് യുവേഴ്സ്. ഉറപ്പല്ലേ? നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നമുക്ക് എന്തായാലും ചിന്നുനെ തോപ്പിക്കണം. ഓഫ് കോഴ്സ് ഡിയർ. അവള് കിടന്ന് കരയുന്നത് എനിക്ക് കാണണം. നീ കണ്ടിരിക്കും പോരെ? ആന്റി പ്ലാൻ പറ. ദിയ, സോറി സോണിയ, നീ പ്ലാൻ പറ. പ്ലാൻ ഇതാണ്. അടിപൊളി. ഇത് വർക്കൗട്ട് ആയാൽ നീ ജയിച്ചു. ഇത് വർക്കൗട്ട് ആവാതെ എവിടെ പോവാൻ? എന്തായാലും ഈ വീക്കെൻഡ് കഴിയട്ടെ, നമുക്ക് എന്നിട്ട് തുടങ്ങാം. എന്തായാലും 1 month ഞാനിവിടെ ഉണ്ടാവല്ലോ. ഡോണ്ട് വറി ഡിയർ. ഇപ്പൊ നീയാണ് എന്റെ സമാധാനം. അല്ല ചേട്ടാ, ഫസ്റ്റ് എന്താ വാങ്ങാൻ വന്നേ? ഫസ്റ്റ് നമുക്ക് ഡ്രസ് എടുക്കാം, അതല്ലേ നല്ലേ? ആടാ ഡ്രസ് എടുക്കാം. എന്നാ വാ. അല്ല ആദ്യം ഡ്രസ് എടുക്കുന്നേ? അമ്മയ്ക്കും അച്ഛനൊക്കെ എടുത്താ പോരെ ഫസ്റ്റ്? ഓക്കെ, നടക്കുമോട്ടോ. മേലേക്കാണോ മീരെ? ചേട്ടാ, അമ്മയ്ക്കൊക്കെ എടുക്കണേ, മേലെ പോണം. എന്നാ വാ. അർജുനെ വാടാ. വരുന്നു കേറ്.
കേറാം. എന്തേ ഹിറ്റ്ലറെ, താങ്കൾ വരുന്നില്ലേ? ഏ ഞാൻ ലിഫ്റ്റിൽ വന്നോളാം. ലിഫ്റ്റൊക്കെ അപ്പുറത്താണ്, നീ നടന്നവിടെ എത്തണം. ഇതില് വരാൻ നോക്ക്. ഇതിലോ? എനിക്ക് ഇതിൽ കയറാൻ ഇഷ്ടമല്ല. അമ്മേ പേടിയാണെന്ന് ഇവനോട് എങ്ങനെയാ പറയാ? വരാൻ നോക്ക്. അല്ല അവിടെ നിന്നു, ഞാൻ പോവാട്ടോ. അവരൊക്കെ മേലെത്തി. ഞാൻ ലിഫ്റ്റ് കയറി വന്നോളാം. പിന്നെ ലിഫ്റ്റ് അപ്പുറത്താണ് കുട്ടി. സാറില്ല, ഞാൻ ലിഫ്റ്റ് കയറിയിട്ടേ വരുന്നുള്ളൂ. അർജുനെ വരുന്നില്ലേ? ആടൊപ്പം വരാം. ഞാൻ പോവാട്ടോ, അവരൊക്കെ മേലെത്തി. എനിക്ക് പേടിയാ. പേടിയാണല്ലേ? ആർക്ക് പേടി? എനിക്ക് പേടിയൊന്നുമില്ല. അത് മുഖത്ത് കാണാനും ഉണ്ട്. വാ അങ്ങോട്ട്. നിന്റെ പേടി ഞാൻ മാറ്റി പാടി ഇവിടെ. അനു ഓ, ഇപ്പൊ ഞാൻ ചെയ്തതാണല്ലോ തെറ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പേടിയാന്ന്. ഞാൻ പേടി മാറ്റാനല്ലേ നോക്കിയുള്ളൂ. അച്ഛനും അമ്മയ്ക്കുള്ളത് സെറ്റായില്ലേ? ഇനി നിങ്ങൾ എടുത്തോ. നിങ്ങൾക്കല്ലേ കുറെ ടൈം ഉണ്ട്. നിങ്ങൾ ഡ്രസ് എടുത്തോ, ഞങ്ങൾ ലാസ്റ്റ് എടുത്തോളാം. എടാ ഓക്കെന്ത് പറ്റി? എനിക്കെങ്ങനെ അറിയാ? നിന്റെ ബെസ്റ്റ് അല്ലേ, ചോദിച്ചോക്ക്. എടാ പോടാ, ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ട് ഞങ്ങൾ എനിമീസ് ആണേ. എന്തേലൊക്കെ ആവട്ടെ. ദേ വിളിക്കണേ, വാ. ഞാൻ വരാം, നീ പൊക്കോ. എന്താന്ന് ചോദിച്ചു നോക്കാം അവളോട്. ചോദിച്ചോക്കട്ടെ. പോടാ പോടാ. ഹലോ, എന്താ? ഡ്രസ് എടുക്കാൻ പോകുന്നില്ലേ? വേണ്ട, കുഴപ്പമില്ല. എന്ത് വേണ്ടാന്ന്? എനിക്ക് ഡ്രസ് വേണ്ട, ഞാൻ എടുത്തതാ. എടുത്തതായ എന്താ? ഒന്നുകൂടെ എടുത്തോ. വേണ്ട, കുഴപ്പമില്ല. നിനക്ക് എന്തോ പറ്റിണ്ടല്ലോ. എന്ത് സംഭവം? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലാന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല ഡ്രസ് എടുക്കാൻ. എനിക്ക് വേണ്ട. അപ്പൊ അതാണോ പ്രശ്നം? അത് കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. ബാ. വേണ്ട, എന്തിനാണ്? നീ വരുന്നുണ്ടോ അത് ഞാൻ വലിച്ചോണ്ട് പോണോ? വേണ്ട, വരാ. നല്ല കുട്ടി, വാ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊഴപ്പില്ല. അല്ലടാ അർജുനെ? കൊഴപ്പില്ല. വേഗം. ഇതോ? ഇതടിപൊളി. ശരിക്കോ? ആടാ, ഇത് രസമുണ്ട്. ഇതെടുത്തോ. രസമുണ്ട്, എടുത്തോ. അല്ല മീര, ചിന്നോടെ? ഇനി അവളെ ഊഴ ഇപ്പൊ വരും. ഞാനേ ഇതൊന്ന് മാറ്റിട്ട് വരാം. എന്താണ് മച്ചാ, ഈ ഗേളി വെയിറ്റിംഗ് ആണോ? പോടാ അവിടുന്ന്. നീയല്ലേ സെലക്ട് ചെയ്ത് കൊടുത്തേ? ഞാനൊന്നല്ല സെലക്ട് ചെയ്ത് കൊടുത്ത്, അവളെന്നെ എടുത്തതാ. ചേട്ടാ, ഇതെങ്ങനെയുണ്ട്? ഇത് ഞാൻ എടുത്തോട്ടാ. ഇത് രസമുണ്ടല്ലോ. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? നല്ല രസമുണ്ട് ചിന്നോ. ഇതെടുത്തോ, ഇതിനെന്താ പ്രശ്നം? അല്ല, ഞാനിതുവരെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ വേണ്ടേ? നമ്മൾ എപ്പോഴും ഇവിടെ ചുരിദാറിലല്ലേ കാണല്? ആടാ, ഒരു വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യ്. എടുത്തോ. എടുക്കണോ? എന്റെ പൊന്നു ചേട്ടാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ എന്ത് പറയാനാ? ചേട്ടൻ അടിപൊളിയാന്ന് പറഞ്ഞാ നീ ഇതെടുക്കൂലേ? എടുക്കാം. പറ. എടാ രസമുണ്ട്, എടുത്തോ. സന്തോഷായില്ലേ? ചേട്ടൻ പറഞ്ഞാലേ എനിക്ക് വിശ്വാസമുള്ളൂ. എടുക്ക് ചിന്നോ. ശരി, ഞാനിതെടുക്കാം. പോരെ? ഓക്കെ. ഇനി മറ്റേതിട്ടിട്ട് വാ. നല്ല ഭംഗിയുണ്ടല്ലേ? എന്തോ? അല്ല, നല്ല ഭംഗിന്റെ അവളെ കാണാന്ന് പറഞ്ഞതാ. മീരേ, റൊമാൻസ് വരുന്നു, റൊമാൻസ്. ചിലവർക്ക് ഇവിടെ ക്രഷ് അടിച്ചിട്ട് വയ്യ. എന്തോന്നടാ? ചേട്ടൻ പറഞ്ഞോ, ചേട്ടന്റെ ലവർ അല്ലേ? ഇതെങ്ങനെയുണ്ട്? ഇതും അടിപൊളി. നിനക്കൊക്കെ എന്തിട്ടാലും രസാ. ഞാൻ പറയണേ മറ്റേതെടുത്തോ. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ? എനിക്ക് റെഡ് ഇഷ്ടല്ല. റെഡിനെന്താ കുഴപ്പം? എടി റെഡ് വേണ്ട, റെഡ് എനിക്ക് മാച്ചല്ല. ചേട്ടൻ എന്തിനാ റെഡ് മാച്ചാവുന്നേ? അവള് റെഡ് ഡ്രസ് എടുത്താ ഇവന് റെഡ് ഷർട്ട് എടുക്കണ്ടേ? അങ്ങനെ. എന്നാ വേണ്ട. ചിന്നോ, നീ ബ്ലൂ എടുത്തോ. ചേട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല, വേണ്ട. ബ്ലൂ എടുക്കാം. ഒരു കാമുകനും കാമുകി. ഞങ്ങൾ രണ്ടാളത് കഴിഞ്ഞു. അല്ല, അനുചേച്ചി എടുക്കുന്നില്ലേ? ഇല്ലടാ, കുഴപ്പമില്ല, എനിക്ക് ഡ്രസ് ഉണ്ട്. ആര് പറഞ്ഞു നീ എടുക്കുന്നില്ലാന്ന്? നീ എടുത്തിട്ടേ പോകുന്നുള്ളൂ. ഭയങ്കര ചോമ അല്ലേ മീരേ? ചേട്ടാ, വിഷു ആയതുകൊണ്ടാ തോന്നുന്നുണ്ട്. അനുചേച്ചി ഞാൻ സെലക്ട് ചെയ്തിട്ടെ? വേണ്ട. എന്താ? അല്ല, അവളെടുത്തോട്ടെ, കുഴപ്പമില്ല. നിനക്ക് അർജുൻ സെലക്ട് ചെയ്ത് തരും. ഞാനോ? നീ തന്നെ. നീയല്ലേ അവളെ ഡ്രസ് എടുക്കാൻ നിർബന്ധിക്കുന്നേ.
അപ്പൊ നീ തന്നെ സെലക്ട് ചെയ്താൽ മതി. എടാ സജിനെ, എന്തിനാടാ, എനിക്കിതൊന്നും അറിയില്ലേ. അതൊന്നും വേണ്ട ചേട്ടാ, ഞാൻ എടുത്തോളാം. വേണ്ട, അവൻ സെലക്ട് ചെയ്ത് തന്നിട്ടേ നീ ഇടുള്ളൂ. അതന്നെ, അർജുനായിട്ട് സെലക്ട് ചെയ്ത് തരും. ചേട്ടന് സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ടോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഈ കുരങ്ങനെ ഡ്രസ് സെലക്ട് ചെയ്യാനൊക്കെ അറിയോ? എന്താ അർജുനെ, എന്നാ തുടങ്ങിയാലോ? ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ഡ്രസ് എടുക്കാൻ അറിയില്ലട്ടോ. എനിക്ക് അപ്പോഴേ തോന്നി. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. ആ, നല്ല ഐഡിയ. കള്ളക്കളി പറ്റില്ല കേട്ടോ. അർജുൻ സെലക്ട് ചെയ്യും, നീ ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടല്ലോ. അവൻ സെലക്ട് ചെയ്യുന്നതിന്റെ കറക്റ്റ് സൈസ് വേണേ നീ എടുത്തോ. എടാ എന്തിനാടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങളെ എനിമീസ് അല്ലേ, ഫ്രണ്ട്സ് ആക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോണില്ല ചേട്ടാ. കാണാം. അർജുനെ, നീ പണി തുടങ്ങിക്കോ. ഈശ്വരാ, ഇവിടെ എത്ര കളക്ഷനാ. കടുത്ത പണിയായി പോയോ ചേട്ടാ? എവിടം വരെ പോവും നോക്കാം നമുക്ക്. ഉം. ഇതിലിപ്പോ ഞാൻ ഏതെടുക്കൂ? എടാ, എന്ത് ഡ്രസ്സ് വാങ്ങണം എന്ന് എനിക്ക് തീരുമാനിച്ചൂടെ? അതൊക്കെ നിനക്ക് തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ നീ വിഷുവിനെ സാരി എടുത്താ മതി. സാരിയോ? എനിക്ക് സാരി എടുക്കാൻ അറിയില്ല. സാരില്ല, വേറെ വഴിയില്ലാത്തോണ്ടാ. നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്ക്. വല്ലാത്തൊരു പണിയായി പോയി സജിനെ. നല്ല രസമുണ്ടേനു. രസമല്ല, സാമ്പാർ. ഞാൻ ആദ്യമായിട്ടാ ഒരു പെണ്ണിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണേ. ഞാൻ എൻ്റെ അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടില്ല. പഠിച്ചു വെച്ചോ, ആവശ്യം വരൂലേ? എന്താവശ്യം വരാൻ? കല്യാണം കഴിക്കാനൊന്നും പ്ലാൻ ഇല്ലേ? ആക്കെ ഇനി എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ. എന്തായാലും ആവശ്യം വരുമല്ലോ. ഇവര് കുറെ നേരം ആയല്ലോ, എനിക്ക് വിശക്കുന്ന്. എന്നെ വാങ്ങിത്തരാം കേട്ടോ. പിന്നെ ഈ മോളിന് പുറത്തിറങ്ങിയിട്ട് വേണേ വാങ്ങിത്തരാം. ഇവിടുന്ന് വാങ്ങിയാലേ മുടിഞ്ഞു പോകും മോനെ. അതായാലും മതി. ചേട്ടാ ഇതെങ്ങനെയുണ്ട്? അർജുനെ, എങ്ങനെയുണ്ടടാ? കൊഴപ്പില്ലല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാ വേണ്ട, മാറ്റിക്കോ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലടോ. ഇത് വേണ്ട, നമുക്ക് മറ്റേ നോക്കാം. ഇതവ സെലക്ട് ചെയ്തതല്ലോ, ഇവൻ സെലക്ട് ചെയ്ത് നോക്കട്ടെ. അതിന് എനിക്ക് സാരി എടുക്കാൻ അറിയില്ല. എനിക്കറിയാം. അപ്പൊ കുഴപ്പമില്ല, വാ. എടാ, ഞാൻ എടുത്തു കൊടുത്താലൊന്നും അവക്ക് ഇഷ്ടപ്പെടൂല. ഞങ്ങൾ എനിമീസ് അല്ലേ. നോക്കാടാ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ആർക്ക് സങ്കടം? നീ ഓരോന്നൊക്കെ പറയുന്നു. നിന്നെ ഇങ്ങനെ കളിയാക്കുമ്പോ ഒരു പ്രത്യേക സുഖാടാ. ഇതേ, എനിക്ക് കളിയാക്കാൻ അറിയണ്ടല്ലോ കേട്ടോ. ദേ അത് നോക്ക്. ഇത് നല്ല രസമുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ്. എങ്ങനെയുണ്ട് ചേട്ടാ? അർജുന എങ്ങനെയുണ്ടടാ? എന്ത് എങ്ങനെയുണ്ടെന്ന്? കൊള്ളാം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാ ഇതെടുക്കാം അല്ലേ? എന്ത് പറയുന്നു അർജുനേട്ടാ? അവക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോട്ടെ. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ ഇത് ഫിക്സ്. ശരിക്കും ഇഷ്ടപ്പെട്ടടാ? ആടാ, നല്ല രസമുണ്ടല്ലോ. അല്ല, ഇഷ്ടപ്പെട്ടത് ഡ്രസ്സോ അതോ? അടങ്ങിന്നേ. ഓ ശരി. ഇനി നിങ്ങൾക്ക് എടുക്കണ്ടേ? പിന്നെ ഞങ്ങൾക്ക് എടുക്കണ്ടേ? നമുക്കൊരു കളി കളിച്ചാലോ? എന്ത് കളി? നിങ്ങൾക്ക് രണ്ടാക്കുള്ള ഡ്രസ് ഇവർ രണ്ടാളും സെലക്ട് ചെയ്യട്ടെ. അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ചേട്ടൻ അർജുനേട്ടൻ ഇട്ടൊരു പണി കൊടുത്തില്ലേ, ഇത് നിങ്ങൾക്ക് രണ്ടാക്കും കൂടി ഉള്ള ഒരു പണിയാ. നിങ്ങൾ റെഡി അല്ലേ? ഞങ്ങൾ എടുത്താൽ ശരിയാവോ? ശരിയാവുക ചെയ്യും. നിനക്കുള്ളത് ഞാൻ എടുത്തോളാം. ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? കൊഴപ്പൊന്നുമില്ല, എടുത്തോട്ടെ. അപ്പൊ തുടങ്ങല്ലേ? തുടങ്ങാം. നിങ്ങൾ വേറെ എവിടെയും വെക്കോ, ഞങ്ങൾ ഡ്രസ് എടുത്തിട്ട് വിളിക്കാം. ഓക്കെ. ഓ, എന്തൊരു ചൂടാലേ. ആടാ, എന്തൊരു ചൂടാ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയോ? എന്റെ അമ്മയെ ഒന്നും പറയണ്ട, എന്തൊരു ചൂടാണ്. അമ്മ എവിടെ ആന്റി? ഇത് നിങ്ങൾക്കുള്ള ഡ്രസ്സാണേ. എടാ, എത്ര ഡ്രസ്സാടാ വാങ്ങിയേ? ഇവിടെ ആകുമ്പോ നല്ല വിലക്കുറവിന് കിട്ടും അമ്മേ. ഇനിയിപ്പൊ അവിടെ പോയിട്ടല്ലേ ഡ്രസ് എടുക്കുള്ളൂ, അതാ വാങ്ങിയേ. ഞങ്ങളെല്ലാരും എടുത്ത്, പക്ഷെ അനു എടുത്തില്ലല്ലോടാ. അനന്യല്ലേ അമ്മേ? ഓ, അവളോ? അവള് മാത്രല്ലേ വീട്ടിലേക്ക് എടുക്കാത്തുള്ളൂ. അതെന്താ ചേച്ചി വീട്ടുകാർക്കൊന്നും ഡ്രസ് എടുക്കാഞ്ഞേ? പൈസ ഇല്ലായിട്ടേക്കു. നമ്മള് നിർബന്ധിച്ചിട്ടല്ലേ സ്വന്തം തന്നെ ഡ്രസ് എടുത്തത്. അത് ശരിയാ. അത് പിന്നെ അമ്മേ, അത് ഞാനാ സെലക്ട് ചെയ്തേ. ഇവർക്കൊക്കെ ഉള്ളത് ഞാനാ സെലക്ട് ചെയ്തേ. അതെന്താ അങ്ങനെ? അത് വെറുതെ ഒരു സർപ്രൈസ് പോലെ വിഷുവിന് കാണാൻ. ജസ്റ്റ് മിസ്. ഞാൻ നാത്തു കൊണ്ടേക്കട്ടെ. അമ്മേ, കുറച്ച് വെള്ളം എടുക്കണേ വരുമ്പോ. കൊണ്ടുവരാം. എന്റെ മോട്ടു ഇപ്പൊ എന്നെ പൊളിഞ്ഞാനെ. ഞാൻ വിചാരിച്ചെല്ലാം കഴിഞ്ഞു.
എന്റെ അമ്മേ, ഞങ്ങളെ കാര്യം എങ്ങനെ അമ്മ അറിയണം. പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. സത്യം. സോറി ചേട്ടാ, അറിയണ പറ്റിപ്പോയതാ. സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കേ. ഇനി ശ്രദ്ധിക്കാം. അവനെ മാത്രം പറയണ്ട, നമ്മളോട് തന്നെ പറഞ്ഞു വന്ന് നോക്കണം. ഓ എന്തൊരു ചൂടാ. ഞാൻ റൂമിൽ പോവാ. ഞാനുണ്ട്. ഞാനും പോട്ടെ, ഇതൊന്ന് മാറ്റണം. അർജുന നീ വരുന്നില്ലേ? ഇപ്പൊ വരാം. എന്നാലും അവക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. എന്നാലും അവളെന്തേക്കും വീട്ടുകാർക്ക് ഡ്രസ്സ് എടുക്കാഞ്ഞേ? ആർക്കറിയാം, ഞാൻ എന്തെന്തൊക്കെ ആലോചിക്കുന്നേ. ഓ വട്ട് പിടിക്കുന്നേ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ.